വെൽക്കം ബാക്ക് സ്റ്റുഡൻസ്. KTU എഞ്ചിനീയറിംഗ് ഗ്രാഫിക്സ് മൊഡ്യൂൾ 5ലെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇതാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇവിടെ അഡീഷണൽ ആയിട്ട് വരുന്ന ഇവിടെ ഒരു കർവ് വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ ആ കർവിന് ആക്ച്വലി ഇവിടെ നോക്കുമ്പോൾ ഇവിടെ നമുക്ക് ഈ ഒരു ലൈനും കാണാൻ പറ്റും. അതിന്റെ മുകളിൽ ഈ ഒരു കർവിന്റെ ടോപ്പ് ലൈൻ, അതായത് ഇങ്ങനെ ഒരു വേറെ ലൈൻ കൂടെ വരും. ഓക്കെ, അതെങ്ങനെയാണ് നമ്മൾ വരയ്ക്കുമ്പോഴത്തേക്ക് നോക്കാം. പിന്നെ ഡിഫറൻസ് വരുന്നത് ഇവിടെ ഒരു കട്ടിങ് ഉണ്ട്. ഇതാണ് ഇവിടെ ഡിഫറൻസ് വരിക. ഇവിടെ ഇങ്ങനെ ഒരു കട്ടിങ് ഉണ്ട്. ഇത്രയാണ് ഡിഫറൻസ് വരിക. അങ്ങനെയാണ് നമുക്ക് ഫസ്റ്റ് ഫ്രണ്ട് വരയ്ക്കാം. ഫ്രണ്ട് വരയ്ക്കാൻ വേണ്ടി വിസിബിൾ ആയിട്ടുള്ള പ്ലെയിൻസ് ഏതാണെന്ന് നോക്കാം. ഓക്കെ, ഫ്രണ്ടിൽ വിസിബിൾ എന്ന് പറഞ്ഞാൽ ഫ്രണ്ടിന്റെ ഡയറക്ഷൻ F കൊടുത്തിട്ടുണ്ട്, ടോപ്പിന്റെ ഡയറക്ഷൻ ഉണ്ട്, ലെഫ്റ്റ് സൈഡ് വ്യൂ ആണ് വരയ്ക്കേണ്ടത്. എല്ലാം കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ലെഫ്റ്റ് സൈഡ് വ്യൂ വരയ്ക്കണം, റൈറ്റ് സൈഡിൽ സ്പേസ് വേണം. അപ്പോൾ ഫ്രണ്ടിൽ ഓക്കെ, ഫ്രണ്ടിൽ വിസിബിൾ ആയിട്ടുള്ള ഈ ഒരു പ്ലെയിൻ കംപ്ലീറ്റ്ലി വിസിബിൾ ആയിരിക്കും. ഓക്കെ, ഇത്രയും കംപ്ലീറ്റ്ലി വിസിബിൾ ആയിരിക്കും. ഓക്കെ, അത് തന്നെയാണ് മെയിനായിട്ട് ഫ്രണ്ട് വ്യൂവിൽ വരുന്നത്. ഓക്കെ, അപ്പം നമുക്ക് നേരെ ഫ്രണ്ട് വ്യൂ വരയ്ക്കാം. ഓക്കെ, ഇപ്പോൾ നമ്മൾ ആ കോർണറിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു. ഫസ്റ്റ് ബോട്ടം പോർഷൻ വരയ്ക്കുക. ഇവിടെ നിന്ന് 10 mm ഉണ്ട്, ഇവിടുന്ന് 10, ഇവിടുന്ന് 30. അപ്പൊ നമുക്ക് ടോട്ടൽ 40 എടുത്ത് വരയ്ക്കാം. ഓക്കെ, ടോട്ടൽ 40 mm സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കാം. ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ 30, 40 mm വരച്ചു. ദെൻ 40 mm കഴിഞ്ഞ് കഴിഞ്ഞാൽ മുകളിലേക്ക് 20 mm വരെ മെറ്റീരിയൽ ഇല്ല. ഓക്കെ, അവിടെ നേരെ മുകളിലേക്ക് ഒരു 20 mm മാർക്ക് ചെയ്യാം. എന്നിട്ട് അതിന്റെ ലെങ്ത് 35 mm. ഇവിടെ 35 mm ആണ്. ഓക്കെ, 35 mm എക്സ്റ്റെൻഡ് ചെയ്യാം. ദെൻ ഇത് ബോട്ടത്തിലേക്ക് ജോയിൻ ചെയ്യാം. എന്നിട്ടും ഇതുപോലെ തന്നെ 30 + 10 40. ഇങ്ങനെയാണ് ബോട്ടം പോർഷൻ വരിക. ദെൻ അവിടെ നിന്ന് നേരെ മുകളിലേക്കുള്ള പോർഷൻ വരയ്ക്കും. ഇപ്പൊ നമ്മൾ ഇവിടെ എത്തി നിൽക്കുകയാണ്. ഇവിടുന്ന് മുകളിലേക്ക് 10 mm. ഇത് 20 ആണ്. ഇപ്പൊ എന്റെ ഹാഫിലായിരിക്കും വരിക. ഓക്കെ, ഇവിടുന്ന് 10 mm മുകളിലേക്ക് മാർക്ക് ചെയ്തു. ദെൻ അവിടുന്ന് എത്ര ഡിസ്റ്റൻസ് ഉണ്ടെന്ന് നോക്കണം. അതായത് ഇവിടുന്ന് ഇവിടം ഈ പോയിന്റ് വരെയുള്ള ഡിസ്റ്റൻസ് നോക്കണം. ഓക്കെ, നോക്കാൻ വേണ്ടി ഇത് രണ്ട് ഓഫ്സെറ്റ് ആയതുകൊണ്ട് നമുക്ക് അത് എടുക്കാൻ പറ്റില്ല. ഓക്കെ, അതിനുവേണ്ടി നമുക്ക് മുകളിലേക്ക് നോക്കുമ്പോൾ ടോട്ടൽ നമുക്കറിയാം 115 ആണ്. ഓക്കെ, 115 ആണ്. ഇവിടെ നോക്കുമ്പോഴത്തേക്ക് അതിന്റെ സെന്റർ നോക്കണം മാർക്ക് ചെയ്യാം. 115ന്റെ സെന്റർ നമുക്ക് ജസ്റ്റ് ചുമ്മാ ഒരു തിൻ ലൈൻ ഉപയോഗിച്ച് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്യാം. ഓക്കെ, 115ന്റെ കറക്റ്റ് സെന്റർ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്തതാണ്. തിന്നാണ്, നമുക്ക് ഫൈനൽ ഫിഗറിൽ വേണ്ടതല്ല, നമുക്ക് റെഫറൻസിന് വേണ്ടി മാർക്ക് ചെയ്തതാണ്. ഓക്കെ, ആ ലൈൻ കിട്ടിക്കഴിഞ്ഞാൽ ആക്ച്വലി നമ്മൾ നോക്കുമ്പം ഇവിടെ ഒരു 25 ഉണ്ട്, ഇവിടെ 20, ഇവിടെയും 20. അതായത് ഇതിന്റെ സെന്ററിൽ കൂടെ ആയിരിക്കും നമ്മൾ ഈ വരച്ച സെൻട്രൽ ലൈൻ പോവുക. അപ്പൊ ഇവിടുന്ന് ലെഫ്റ്റേക്കുള്ള ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ 12.5 + 20 ആണ്. അപ്പൊ അങ്ങനെ നോക്കി വരയ്ക്കാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഡയമെൻഷൻസ് വെച്ച് നോക്കി വരയ്ക്കാമെങ്കിൽ അങ്ങനെയും വരയ്ക്കാം. ഇവിടെ ഞാൻ നോക്കുമ്പോൾ ഇതാണ് കാണുന്നത്. ഓക്കെ, അപ്പൊ ആക്സിസ് നമ്മൾ മാർക്ക് ചെയ്താൽ, അല്ലെങ്കിൽ സെൻട്രൽ ലൈൻ ജസ്റ്റ് മാർക്ക് ചെയ്താൽ സിമെട്രിക്കൽ ആയിട്ടാണ് നമ്മൾ നോക്കുന്നത് ഈ ഒരു ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പം ഇവിടെ നമുക്ക് സെന്റർ ആയിട്ട് വന്നത് ഇവിടെ 12.5 + 20, അതായത് 32.5. അത്ര വരെ നമുക്ക് ഇവിടുന്ന് ഈ ആക്സിസിൽ നിന്ന് അത്രയും ഡിസ്റ്റൻസ് വരെ നമ്മൾ എന്ത് ചെയ്യുക, ആ ഒരു 10 mm ഹൈറ്റ് മാർക്ക് ചെയ്യുക. ഓക്കെ, 10 mm ഹൈറ്റ്, ഇത് ടോട്ടൽ 35 ആണ്. അപ്പൊ ഇവിടുന്ന് 32.5 എന്നുള്ള രീതിയിൽ എടുക്കുക. ഓക്കെ, അപ്പൊ ഇവിടുന്ന് ആ ഒരു 10 mm, പിന്നെ ഇതുപോലെ തന്നെ 32.5 എന്നുള്ള രീതിയിൽ ആ ഒരു ലെങ്ത് എടുത്തു. ദെൻ അതിന്റെ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഹൈറ്റ് 55 ആണ്. അപ്പൊ എന്ത് ചെയ്യാം, ഇവിടെ നേരെ ഈ ഒരു പോയിന്റ് എന്നുള്ളതാണ് പറയുന്നത്. അതായത് ഈ 10 mm പ്ലെയിനിൽ നിന്ന് നേരെ മുകളിലേക്ക് 55 mm ഹൈറ്റ് മാർക്ക് ചെയ്യണം. ദെൻ അതിന്റെ ടോട്ടൽ ലെങ്ത് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഈ ഒരു 20 mm ഇവിടെ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്ന ഈ ഒരു 20 mm ആണ് അതിന്റെ തിക്നെസ് എന്ന് പറയുന്നത്. ആ ഒരു 20 mm മാർക്ക് ചെയ്യാം. ആ ഒരു 20 mm മാർക്ക് ചെയ്തിട്ട് നേരെ താഴേക്ക് വരുമ്പോൾ നമ്മൾ ഈ ഒരു ലൈൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടുന്ന് 12 mm, അതായത് ഈ ഒരു 12 mm എന്നുള്ള ഹൈറ്റ് നമുക്ക് യൂസ് ചെയ്യാം.
അതായത് ഈ പോർഷനിൽ നിന്ന് 12 mm മുകളിൽ വരെയാണ് ഇത് വന്ന് എൻഡ് ചെയ്യുന്നത്. ഇത് നേരെ വരയ്ക്കുക, 12 mm ടോപ്പിൽ എൻഡ് ചെയ്യുക, എന്നിട്ട് അതിന്റെ ടോട്ടൽ ലെങ്ത് എന്ന് പറഞ്ഞാൽ 25 ആണ്. നമുക്കറിയാം, നമ്മൾ സിമെട്രിക്കൽ വെച്ചിട്ടാണ് വരച്ചത്. അപ്പോൾ ഇവിടുന്ന് വീണ്ടും മുകളിലേക്ക് ആ ഒരു 55ന്റെ ലെങ്ത്, ദെൻ ഇതിങ്ങനെ എടുക്കുക, സ്ട്രൈറ്റ് ആണ്, ജോയിൻ ചെയ്യാം. അപ്പൊ ആ ഒരു ഷേപ്പ് കംപ്ലീറ്റ് ആയി. ശ്രദ്ധിക്കുക, നമ്മൾ ഇതിന്റെ ടോപ്പ് ഇവിടുത്തെ ലൈനാണ് നമ്മൾ മാർക്ക് ചെയ്തിരിക്കുന്നത്. ആക്ച്വലി ഈ ലൈൻ നമ്മൾ മാർക്ക് ചെയ്തിട്ടില്ല, നമുക്ക് മാർക്ക് ചെയ്യണം. ഓക്കെ, നമുക്ക് സൈഡിൽ വരച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടെ സിമ്പിൾ ആയിട്ട് മാർക്ക് ചെയ്യാം. അതുകൊണ്ടാണ് നമ്മൾ ഇപ്പോൾ അത് മാർക്ക് ചെയ്യാത്തത്. ഓക്കെ, അപ്പൊ ഇത്രയും വരയ്ക്കുമ്പോൾ ഓൾമോസ്റ്റ് ഫ്രണ്ട് കംപ്ലീറ്റ് ആയി. പിന്നെ നമുക്ക് ഇവിടുത്തെ ഈ ഒരു ലൈൻസും വേണം, കാരണം ഇവിടെ കട്ടിങ് ആണല്ലോ ഈ ഒരു പോർഷൻ. ഇത് കട്ട് ചെയ്ത പോർഷൻ ലൈൻ വേണം. അതെന്ന് പറഞ്ഞാൽ ഇവിടുന്ന് 10 mm ഡിസ്റ്റൻസിലാണ്. ഓക്കെ, 10 mm ഡിസ്റ്റൻസിൽ ഇവിടെ ഒരു കട്ട് ചെയ്ത പോർഷൻ എന്നുള്ള രീതിയിൽ ഇവിടെ 10 mm ലൈൻ വരും. ഇവിടെ ഒരു 10 mm ലൈൻ മാർക്ക് ചെയ്യാം. ഇപ്പോൾ ഓൾമോസ്റ്റ് ഫ്രണ്ട് വ്യൂ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ഹോള് വേണം റെപ്രസെന്റ് ചെയ്യാൻ. ഈ ഒരു ഹോളിന്റെ റെപ്രസെന്റേഷൻ കൊടുക്കാം. 2 ഹോൾസ് ഉണ്ട്, അതിന്റെ സെന്റർ ലൈൻ, അതിന്റെ സെന്റർ എന്ന് പറഞ്ഞാൽ ഇവിടെ നമുക്ക് പറഞ്ഞിട്ടുണ്ട് ബേസിൽ നിന്ന്, അതായത് 10 mm ഹൈറ്റിൽ നിന്ന് 35 mm മുകളിലാണ്. അതായത് ഈ പോർഷനിൽ നിന്ന് 35 mm മുകളിലായിട്ടാണ് വരിക. അപ്പൊ ഇവിടെ നമ്മൾ എന്ത് ചെയ്യും, ഇവിടുന്ന് 10 mm അല്ല 35 mm ഹൈറ്റ് എടുക്കുക. അവിടെ നമുക്ക് അതിന്റെ ഒരു ആക്സിസ് റെപ്രസെന്റ് ചെയ്യാം. ഓക്കെ, ആക്സിസ് റെപ്രസെന്റേഷൻ കൊടുത്തു. ദെൻ നേരത്തെ ചെയ്ത പോലെ, പ്രീവിയസ് ക്വസ്റ്റ്യനിൽ ചെയ്ത പോലെ അതിന്റെ 2 ലിമിറ്റും. അതിന്റെ റേഡിയസ് എന്ന് പറഞ്ഞാൽ തന്നിരിക്കുന്നത് 12 mm, ഡയമീറ്റർ 12 mm ആണ്. ഇവിടെ 2 × 5 12. അതിന്റെ മീനിങ് 2 ഹോൾസ് ഉണ്ട്, 5 എന്ന് വെച്ചാൽ ഡയമീറ്റർ 12 mm ആണ്. അപ്പോൾ റേഡിയസ് 6 mm ആണ്. അപ്പോൾ ഇവിടുന്ന് 6 mm മുകളിലും താഴെ ഡോട്ടഡ് ലൈൻസ് മാർക്ക് ചെയ്യുക. ഓക്കെ, ഇത്ര വരയ്ക്കുമ്പോൾ ഫ്രണ്ട് കംപ്ലീറ്റ് ആയി. ഫ്രണ്ടിൽ ഇനി വരയ്ക്കാനൊന്നും ഇല്ല, ജസ്റ്റ് ഒരു ലൈനോടെ ഉണ്ട്. ഇവിടെ ആക്ച്വലി ഇതിന്റെ താഴെ ഒരു ലൈനോടെ വരും. അത് നമ്മളിപ്പോൾ വരയ്ക്കുന്നില്ല, സൈഡ് വരച്ചിട്ട് വേണം വരയ്ക്കും. ഓക്കെ, അപ്പം ഫ്രണ്ട് കംപ്ലീറ്റ് ആയി. നമുക്ക് നേരെ ഇനി ടോപ്പ് വരയ്ക്കാം. ടോപ്പിന് വേണമെങ്കിൽ നേരത്തെ ചെയ്യുന്ന പോലെ ലിമിറ്റ് സെറ്റ് ചെയ്ത് പോവാം. തിന്നായിട്ട് ജസ്റ്റ് ഇതിന്റെ ഒരു ലിമിറ്റ് വരച്ചിടാം. ആക്ച്വലി ലിമിറ്റ് വരച്ചിടുമ്പോൾ കുറച്ചധികം ലൈൻസ് വരുന്നുണ്ട്. കൺഫ്യൂഷൻ ആവേണ്ട ആവശ്യമൊന്നുമില്ല. ലിമിറ്റ് വരയ്ക്കണമെന്ന് നിർബന്ധമില്ല. നമ്മളിത് അറിയും, ആക്ച്വലി ചരിഞ്ഞൊക്കെ പോകും. ഓക്കെ, എന്തായാലും നമ്മൾ ലിമിറ്റ് വരച്ചു. ദെൻ നമുക്ക് ടോപ്പ് വ്യൂവിൽ വിസിബിൾ ആയിട്ടുള്ള പോർഷൻസ് ഏതൊക്കെയാന്ന് നോക്കാം. ഓക്കെ, ടോപ്പ് വ്യൂവിൽ വിസിബിൾ എന്ന് പറഞ്ഞാൽ ഈ ഒരു പ്ലെയിൻ, ഈ 2 പ്ലെയിൻസും വിസിബിൾ ആണ്. ദെൻ ഇതിന്റെ സെന്ററിൽ കൂടെ വരുന്ന ഈ ഒരു പ്ലെയിൻ വിസിബിൾ ആണ്. ദെൻ ഇത് ഇത്രയും പ്ലെയിൻസ്, ഇവിടുത്തെ ഈ ഒരു ഇൻക്ലൈൻഡ് കട്ടിങ്ങും വിസിബിൾ ആണ്. ഓക്കെ, നമുക്കിനി അതാണ് മാർക്ക് ചെയ്യേണ്ടത്. ഓക്കെ, ഫസ്റ്റ് ഔട്ടർ ലൈൻസ് നമുക്ക് മാർക്ക് ചെയ്യാം. ഓക്കെ, ഔട്ടർ എന്ന് പറഞ്ഞാൽ ഒരു പോയിന്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നു. ടോട്ടൽ ലെങ്ത് അല്ലെങ്കിൽ ടോട്ടൽ വിഡ്ത്ത് എത്ര നോക്കാം. ടോട്ടൽ വിഡ്ത്ത് എന്ന് പറയുമ്പോൾ ടോട്ടൽ വിഡ്ത്ത് എത്രയാണോ ആ വിഡ്ത്തിൽ നമ്മൾ ആ ഒരു ഔട്ട്ലൈൻ മാർക്ക് ചെയ്ത്. ടോട്ടൽ വിഡ്ത്ത് ഇവിടെ വരുന്നത് ഓക്കെ 30 mm ആണ്. ഡയറക്റ്റ്ലി വന്നിട്ടുണ്ട്, 30 mm ആണ് ടോട്ടൽ വിഡ്ത്ത്. ഓക്കെ, നമ്മളിപ്പം ഔട്ട്ലൈൻ മാർക്ക് ചെയ്തു. ദെൻ നമുക്കിനി മാർക്ക് ചെയ്യേണ്ടത് ടോപ്പിലെ ഈ 2 ലൈൻസും മാർക്ക് ചെയ്യണം. ഈ 2 പ്ലെയിനിന്റെ 2 ലൈൻസ് ഉണ്ട്, ആ 2 ലൈൻസും മാർക്ക് ചെയ്യണം. ഓക്കെ, ഇതിന്റെ ലിമിറ്റ് ആക്ച്വലി നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്തില്ല. ഏകദേശം ഇവിടെ വരും. ഓക്കെ, ആ 2 ലൈൻസും മാർക്ക് ചെയ്യുമ്പോൾ ഇവിടെ ഒരു ലൈൻ, ദെൻ ഇതിന്റെ നേരെ വരുന്ന ലൈനിൽ ഇവിടെ നമ്മൾ ആ ലിമിറ്റ് എക്സ്റ്റെൻഡ് ചെയ്തിട്ടില്ല. ഓക്കെ, മുകളിലെ 2 ലൈൻസ് നമ്മൾ മാർക്ക് ചെയ്തു. ദെൻ നമുക്ക് വരുന്നത് ഇവിടെ ഈ ഒരു പോർഷൻ ആക്ച്വലി ഹൈലൈറ്റ് ചെയ്യാം. ഓക്കെ, ഇവിടെ നമുക്ക് ആക്ച്വലി കട്ട് ചെയ്താണ്, ഇൻക്ലൈൻഡ് ലൈൻ ആണ് വരിക. ഇവിടെ ഈ 2 സൈഡിൽ ഇൻക്ലൈൻഡ് ലൈൻസ് ആണ് വരുന്നത്, അല്ലാതെ ഇപ്പൊ നമ്മൾ വരച്ച പോലെ സ്ട്രെയിറ്റ് ലൈൻ അല്ല വരിക. ഓക്കെ, അപ്പൊ ആ ഒരു ഇൻക്ലൈൻഡ് ലൈൻ മാർക്ക് ചെയ്യണം. ആ ഇൻക്ലൈൻഡ് ലൈൻ മാർക്ക് ചെയ്യാൻ വേണ്ടി
10 mm ആണ് ഡിസ്റ്റൻസ് വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇംഗ്ലണ്ട് ലൈനിൽ നിന്ന് ഇവിടേക്ക് ഒരു 10 mm എടുക്കുക, ഇവിടേക്ക് ഒരു 10 mm എടുക്കുക. ഓക്കെ, ഈ രണ്ട് 10 mm എടുത്തിട്ട് ഇവിടെ ജോയിൻ ചെയ്യാം. അപ്പോൾ ആക്ച്വലി ഇങ്ങനെയാണ് ഫിഗർ പോവുക, സ്ട്രെയിറ്റ് ലൈൻ അല്ല. ഇവിടെ അതുപോലെ രണ്ട് സൈഡിലും 10 mm എടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെയാണ് ലൈൻസ് വരിക. ഇത് ഇറേസ് ചെയ്താണ്, ഇവിടെ ലൈൻസ് ഇല്ല. ഓക്കെ, ഇതാണ് ടോപ്പിന്റെ ഷേപ്പ് വരിക. ഇനി ടോപ്പിൽ നമുക്ക് റെപ്രസെന്റ് ചെയ്യാനുള്ളത് രണ്ട് ഹോൾസ് മാത്രമേ ഉള്ളൂ റെപ്രസെന്റ് ചെയ്യാനുള്ളത്. ഓക്കെ, ഹോൾസ് റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി ടോപ്പിൽ നോക്കുമ്പോൾ ഇവിടെ ഡോട്ടഡ്, ഇത് ഹോളാണ്. അപ്പോൾ ഹോളിന്റെ ലിമിറ്റ് നമ്മൾ വരച്ചിട്ടുണ്ട്. ആ ലിമിറ്റ് ഡോട്ടഡ് ആയിട്ട് മാർക്ക് ചെയ്യാം, ഇവിടെ ഹോളാണെന്ന് റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി. ഓക്കെ, പിന്നെ ആക്ച്വലി ഇതിന്റെ സെൻട്രിൽ കൂടെ, അതായത് ഈ ഒരു പ്ലെയിന്റെ സെൻട്രിൽ കൂടെ ഒരു ഹോൾ ഉണ്ട്. ഇത് ത്രൂ ആയിട്ട് ഇവിടെ തൊട്ട് ഈ എൻഡ് വരെ ഉള്ളൊരു ത്രൂ ഹോളാണ്. അപ്പോൾ ആ ഒരു ഹോളിന്റെ റെപ്രസെന്റേഷൻ വേണ്ടി അതിന്റെ ആക്സിസ്, ഇതിന്റെ സെൻട്രലായിരിക്കും ആക്സിസ് വരിക. ആ ആക്സിസ് റെപ്രസെന്റേഷൻ കൊടുക്കാം. ദെൻ അതിന്റെ ലിമിറ്റ് ഡയമീറ്റർ 12 ആണ്. അപ്പോൾ 6 mm മുകളിലും താഴെ ഡോട്ടർ ലൈൻ മാർക്ക് ചെയ്യാം. ഇത് മാർക്ക് ചെയ്തില്ലെങ്കിലും ഞാൻ പറയാറുണ്ട് എപ്പോഴും വലിയ മാർക്സ് പോവില്ല. ഇത്രയൊക്കെ ആലോചിച്ച് വെറുതെ പാടാന്ന് വിചാരിക്കരുത്, കാരണം ഇതൊന്നും മാർക്ക് ചെയ്തില്ല, ഈ ഡോട്ടർ ലൈൻസ് മാർക്ക് ചെയ്തില്ലെങ്കിൽ വലിയൊരു ഡിഫറൻസ് വരില്ല മാർക്കിൽ. നമുക്ക് ഇനിമേ പറ്റുന്നിടത്തോളം മാർക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾ മുകളിൽ നോക്കുമ്പോൾ ആ ഒരു ഹോളിന്റെ ആക്സിസ് മാർക്ക് ചെയ്തു. ദെൻ മെറ്റീരിയൽ ഇല്ല, മെറ്റീരിയൽ റിമൂവ്ഡ് ആണെന്ന് കാണിക്കാൻ വേണ്ടി രണ്ട് ഡോട്ടർ ലൈൻസ് കൊണ്ട് മാർക്ക് ചെയ്തു. ഓക്കെ, അപ്പോൾ ഇത്ര വരയ്ക്കുമ്പോൾ ടോപ്പ് വ്യൂ കംപ്ലീറ്റ് ആയി. ഇനി ആക്ച്വലി നമുക്ക് വേണ്ട ലെഫ്റ്റ് സൈഡ് വ്യൂ ആണ്. ലെഫ്റ്റ് സൈഡ് വ്യൂ വരയ്ക്കേണ്ടത് നമ്മൾ ഫ്രണ്ട് വ്യൂവിന്റെ റൈറ്റ് സൈഡിലാണ്. സ്പേസ് ഇല്ലാത്ത നമ്മൾ ലിമിറ്റ് എക്സ്റ്റെൻഡ് ചെയ്യാതെ ഇവിടോട്ട് വരികയാണ്. ഓക്കെ, ലെഫ്റ്റ് സൈഡ് വ്യൂവിൽ ഇനി വിസിബിൾ ആയിട്ടുള്ള എന്തൊക്കെയാണെന്ന് നോക്കാം. ലെഫ്റ്റ് സൈഡ് വ്യൂ ഇതാണ്, ലെഫ്റ്റ് സൈഡിന്റെ ഡയറക്ഷൻ. ഓക്കെ, അപ്പോൾ അതിൽ ആക്ച്വലി ഈ ഒരു പ്ലെയിൻ വിസിബിൾ ആയിരിക്കും. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ വരയ്ക്കാം. ടോട്ടൽ ലെങ്ത് എന്ന് പറയുന്നത് മാർക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ റെഫറൻസ് ലൈൻ മാർക്ക് ചെയ്തതിന്റെ ടോട്ടൽ ലെങ്ത് എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻ ഗിവൺ ആണ്. ഈ സൈഡിന്റെ ലെങ്ത് ഇവിടെ 30 ആണ്. അപ്പോൾ സൈഡ് വ്യൂവിന്റെ ടോട്ടൽ ലെങ്ത് വരിക 30 ആണ്. ദെൻ അതിന്റെ ഹൈറ്റ് നോക്കണം. അതിന് മുമ്പ് ഏറ്റവും താഴത്തെ ഈ ഒരു 10 mm ഒരു സ്ലാബ്, ഓക്കെ, ആ ഒരു സ്ലാബ് റെപ്രസെന്റ് ചെയ്യാം. ഇവിടെ നേരെ മുകളിലേക്ക് 10 mm എടുക്കുക ഫുൾ ലെങ്തിൽ. ഓക്കെ, ആ ഒരു പോർഷൻ റെപ്രസെന്റ് ചെയ്ത് ദെൻ ഇതിന്റെ ടോട്ടൽ ഹൈറ്റ് വേണം. അതിന് മുമ്പ് നമുക്ക് ഇതിന്റെ സെന്റർ ഒന്ന് ലൊക്കേറ്റ് ചെയ്യാം. ഇതാണ് ഇതിന്റെ സെന്റർ വരിക. ഓക്കെ, സെന്റർ ഇങ്ങനെ മാർക്ക് ചെയ്യണമെന്നില്ല, ജസ്റ്റ് ഒരു സെന്റർ ലൊക്കേറ്റ് ചെയ്താൽ മതി. ദെൻ നമുക്കറിയാവുന്ന ഈ സെന്റർ തൊട്ട് 35 mm ഹൈറ്റ്, അല്ലെങ്കിൽ 35 mm ഇപ്പൊ സ്കിപ്പ് ചെയ്യാം. ഇവിടം തൊട്ട് 55 mm ആണ് ഇതിന്റെ ടോട്ടൽ ഹൈറ്റ് എന്ന് പറയുന്നത്. ഈ 10 mm ഇവിടുന്ന് മുകളിലേക്ക് 55. ഓക്കെ, അപ്പോൾ ഇവിടുന്ന് എന്ത് ചെയ്യാം, ഇവിടുന്ന് മുകളിലേക്ക് 55 mm, അല്ലെങ്കിൽ ഇവിടെ നമുക്ക് ആക്സിസ് റെപ്രസെന്റേഷൻ കൊടുത്ത് തന്നെ പോവാം. കാരണം നേരെ മുകളിലേക്ക് 55 mm. ഓക്കെ, അപ്പോൾ ഇവിടെയാണ് 55 mm വരുന്നതെങ്കിൽ 55 mm ആർക്കാണ് മുകളിൽ. അപ്പൊ ഇവിടെ സെന്റർ ആയിക്കൊണ്ട് 55 mm ആർക്ക് എടുത്ത് ഒരു ആർക്ക് വരയ്ക്കാം. ഇതാണ് 55 mm ആർക്ക്. ഓക്കെ, ഇതിന്റെ എൻഡ് നേരെ മുകളിലേക്ക് ജോയിൻ ചെയ്യാം. ഓക്കെ, ഇപ്പൊ ഔട്ട്ലൈൻ കംപ്ലീറ്റ് ആയി. ഇത് 55 mm എടുത്തു. ദെൻ ഇവിടെ 55 mm റേഡിയസ് ആയിക്കൊണ്ട് ആർക്ക് കട്ട് ചെയ്തു. എവിടം വരെയാണ് ഇതിന്റെ രണ്ട് ലിമിറ്റ് വരെ, അതായത് 30 mm വരെ ആർക്ക് വരയ്ക്കുന്നു. ഓക്കെ, ആ ഒരു പോയിന്റ് കിട്ടി. ദെൻ നമുക്ക് ഇതിന്റെ സെന്റർ, ഈ പോയിന്റിൽ നിന്ന് 35 mm മുകളിലാണ് സർക്കിളിന്റെ സെന്റർ വരിക. ഓക്കെ, അപ്പോൾ അതിന്റെ രണ്ട് ആക്സിസ് റെപ്രസെന്റേഷൻ കൊടുത്തു. ദെൻ സർക്കിളിന്റെ റേഡിയസ് വന്നിട്ടുണ്ട് 12 mm ആണ് ഡയമീറ്റർ. അപ്പം റേഡിയസ് 6 mm ആയിക്കൊണ്ട് ഒരു സർക്കിൾ വരയ്ക്കുക. ഓക്കെ, ഓക്കെ, അപ്പൊ സർക്കിള് വരച്ച് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ഔട്ട്ലൈൻ കംപ്ലീറ്റ് ആയി. ദെൻ ലെഫ്റ്റ് സൈഡ് വ്യൂ ആണ്. അപ്പോൾ ഇവിടെ ഒരു 10 mm കട്ട് ഉണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക, കട്ട് കാണിക്കാൻ വേണ്ടി ഇവിടുന്ന് 10 mm ഡിസ്റ്റൻസിൽ ഒരു ലൈൻ ഇവിടെ വരയ്ക്കുക. ഇപ്പോൾ ഓൾമോസ്റ്റ് സൈഡ് വ്യൂ കംപ്ലീറ്റ് ആയി. ഇത് ആക്ച്വലി കുറച്ചുകൂടെ കർവ്ഡ് ആയിട്ടായിരിക്കും ചിലപ്പോൾ വരും, കാരണം 25 മാർക്ക് വരയ്ക്കുമ്പോൾ ഏകദേശം
മേ ബി ഇങ്ങനെ ഒരു കേർവ്ഡ് ഷേപ്പ് വരാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ ഓൾമോസ്റ്റ് കംപ്ലീറ്റ്. പിന്നെ നമ്മൾ ഇവിടെ ഒരു ലൈനൂടെ വരയ്ക്കണം എന്ന് പറയുന്നത് ഫ്രണ്ട് വ്യൂവിൽ. അതായത് ഫ്രണ്ടിൽ ഒരു ലൈനൂടെ വിസിബിൾ ആയിരിക്കും, അതുകൂടെ വരയ്ക്കണം എന്ന് പറഞ്ഞേക്കാം. ഓക്കെ, ഇവിടെ നമ്മൾ നോക്കുമ്പം ഈ പോർഷൻ ആയിരിക്കും, ഈ എക്സ്ട്രീം ടോപ്പ് പോർഷൻ ആണ് ഇവിടെ വരിക. ദെൻ നമ്മൾ ചെയ്യേണ്ടത് ഇവിടുന്ന് നമ്മളൊരു ലൈൻ എക്സ്റ്റെൻഡ് ചെയ്യണം. നമുക്ക് ലൈറ്റ് ആയിട്ട് എക്സ്റ്റെൻഡ് ചെയ്യാം. ഓക്കെ, ഈ ഏറ്റവും ലോ പോർഷനിൽ നിന്നൊരു സ്ട്രെയിറ്റ് ലൈൻ ആണ് ഇവിടെ ഞാൻ വരച്ചപ്പോൾ ഇങ്ങനെ ആയതാണ്. സ്ട്രെയിറ്റ് ലൈൻ എക്സ്റ്റെൻഡ് ചെയ്യുക. അതാൽ ഇവിടെ ഒരു ലൈനോടെ വരും. ഇത്രയും വരയ്ക്കും വേണം ഒരു ക്വസ്റ്റ്യൻ കംപ്ലീറ്റ്. ഈ ലൈൻ വരാൻ കാരണം എന്ന് പറഞ്ഞാൽ ഓക്കെ, ആ ഒരു കളർ മാറ്റാം. ഇതിലേക്ക് തന്നെ ആക്കി കൊടുക്കാം. ഓക്കെ, ഈ ഒരു ലൈൻ വരാനുള്ള കാരണം ഇവിടെ ആക്ച്വലി ഒരു കർവാണ്. ഇവിടെ നോക്കുമ്പോഴേക്കും ഒരു കർവാണ്. അപ്പൊ നമ്മൾ അതിന്റെ ഫ്രണ്ട് വ്യൂ നോക്കുമ്പോൾ ഇതെന്തായിരുന്നു, ഇതൊരു കേർവ്ഡ് ലൈൻ ആയിരുന്നു ഇവിടെ വരുന്നത്. അപ്പൊ ഇതിന്റെ ഫ്രണ്ട് വ്യൂ നോക്കുമ്പോൾ നമുക്ക് ഈ ഒരു ലൈനും കാണാം, ആ ഒരു ലൈനിന്റെ മുകളിലായിട്ട് ഇതിന്റെ ടോപ്പ് പോർഷനും കാണാം. അതാണ് ഇവിടെ വരച്ചിരിക്കുന്നത്. ഈ ഒരു ലൈനിന്റെ ഡയമെൻഷൻ കറക്റ്റ് ഇതിന്ന് നോക്കിയിട്ട് കിട്ടിയില്ല, വേറെ എന്തെങ്കിലും മെത്തേഡ് ഉണ്ടെങ്കിൽ അങ്ങനെ എടുത്ത് വരയ്ക്കാം. അല്ലെങ്കിൽ പിന്നെ നമുക്ക് സൈഡ് വ്യൂ എടുത്ത് ആ കർവ് എടുക്കുമ്പോൾ ഇപ്പൊ ഇവിടെ ചെയ്ത പോലെ ഈ എൻഡിൽ നിന്ന് നേരെ ഒരു ഹൊറിസോണ്ടൽ ലൈൻ വരച്ചിട്ട് ഇവിടെ ലൈൻ മാർക്ക് ചെയ്താൽ കംപ്ലീറ്റ് ആവും. ഓക്കെ, അപ്പൊ ഇത്ര ചെയ്യുമ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ആവും. കുറച്ച് സമയം എടുത്ത് പറയാനായിട്ട്, കാരണം കുറച്ചധികം ഡോട്ടർ ലൈൻസ്, പിന്നെ ഈ ഒരു ഇൻക്ലൈൻഡ് ലൈൻ, ദെൻ ഈ ഒരു കർവ്. ഓക്കെ, ഇത്രയൊക്കെ വരുന്നതുകൊണ്ടാണ് ഇത്രയും ടൈം എടുത്തത്. നമുക്ക് എന്തായാലും ആൻസർ നോക്കാം. ആൻസർ ഇതാണ് ഇതിന്റെ ആൻസർ വരിക. സൂം ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ഇതാണ് ആൻസർ വരിക. ഫ്രണ്ട് വ്യൂ, സൈഡ് വ്യൂ, ടോപ്പ് വ്യൂ. നമ്മൾ വരച്ച പോലെ ഇവിടെ ഒരു ഇൻക്ലൈൻഡ് കട്ടുണ്ട്, ഇവിടെ അതുപോലെ 10 mm ഒരു കട്ടിംഗ് ഉണ്ട്. then ഇവിടെ സെന്റർ ലൈൻ, ഇവിടെ ഈ ഒരു ആർക്ക്, ഇവിടെ അതുപോലെ രണ്ട് ലൈൻസ്, ഒന്ന് ഇതിന് നേരെ ഈ കർവിന്റെ ലോവർ പോർഷൻ നേരെ, ഇതിനടുത്ത് കർവിന്റെ അപ്പർ പോർഷൻ നേരെ, അങ്ങനെ രണ്ട് ലൈൻസ് ഉണ്ട്. ഓക്കെ, ബാക്കിയെല്ലാം നമ്മൾ പറഞ്ഞ പോലെ തന്നെയാണ് ഈ ഒരു ആൻസർ വന്നിരിക്കുന്നത്. ഓക്കെ, ഇപ്പൊ പ്രീവിയസ് വീഡിയോയിൽ ചെയ്ത പോലെ തന്നെ ക്വസ്റ്റ്യൻ ആയിരുന്നു, കുറച്ചും കൂടെ കോംപ്ലക്സിറ്റി കൂടി എന്ന് വേണമെങ്കിൽ പറയാം. കാരണം കുറച്ചുകൂടെ ഹിഡൻ ലൈൻസും കർവ്സും ഇൻക്ലൈൻഡ് ലൈൻസും ഒക്കെ വന്നു. എനിവേ, പ്രത്യേകിച്ച് ഈ ഒരു കോൺസെപ്റ്റ് മനസ്സിലാക്കി പോയാൽ മതി. അതായത് ഫ്രണ്ട് വ്യൂവിന്റെ ഡയറക്ഷൻ നോക്കുക, സൈഡ് വ്യൂ ടോപ്പിന്റെ ഡയറക്ഷൻ തന്നിട്ടുണ്ടെങ്കിൽ അതെടുക്കുക. നെക്സ്റ്റ് വീഡിയോയിൽ ഒരു 2 ക്വസ്റ്റ്യൻ കൂടെ ചെയ്തിട്ട് ഈ ഒരു മൊഡ്യൂൾ നിർത്താം. അതായത് ഈ മൊഡ്യൂളിലെ ആ ഒരു കൺവേർഷൻ എന്നുള്ള പാർട്ട് ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആവും. കാരണം പ്രത്യേകിച്ച് പഠിക്കാനൊന്നുമില്ല, ഈ ഒരു കോൺസെപ്റ്റ് മനസ്സിലാക്കാന്നുള്ളേ ഉള്ളൂ. ഓക്കെ, അപ്പൊ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. താങ്ക് യു.